ഒരു അതിമാനുഷിക പരിവേഷം പിണറായി വിജയന് ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാർട്ടി ഘടകങ്ങളിൽ പൊതുരെ ചീത്തവിളിയായിരുന്നു പിണറായിക്കെതിരെ. പ്രതിപക്ഷ നേതാവാൻ ഒരു യോഗ്യതയില്ലാത്ത ആളാണെന്നുള്ള രീതിയിൽ. അതിനെ മാറ്റിയെടുക്കാനായിട്ട് ഇപ്പോ പിണറായി വിജയന് സാധിച്ചു. അതൊരു വലിയ വിജയമല്ലേ അല്ലേ? അല്ല, അത് എനിക്ക് അങ്ങനെ സാധിച്ചു എന്നുള്ള തോന്നൽ എനിക്കില്ല. കാരണം ഇപ്പൊ പിണറായി വിജയൻ ഇതെല്ലാം സ്വയം സൃഷ്ടികളാണ് അദ്ദേഹത്തിന് യഥാർത്ഥമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഭൂരിപക്ഷം അദ്ദേഹത്തിന് എതിരാണ്. അത് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ പാർട്ടി ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള മറുപടികൾ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഇതൊക്കെ പാർട്ടിക്കറിയാം. പിണറായി വിജയൻ അറിയാം. പക്ഷേ പിണറായി വിജയന്റെ കയ്യിലാണ് പാർട്ടിയുടെ സമ്പത്ത് മുഴുവൻ പിണറായി വിജയന്റെ കയ്യിലാണ്. ഇതിന്റെ കരുത്ത് മുഴുവൻ പിണറായി വിജയന്റെ കയ്യിലാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ എം.വി. ഗോവിന്ദ മാഷിനെ പോലുള്ള ദുർബലമായിരിക്കുന്ന നേതൃത്വമാണ്. കേന്ദ്രം ഭരിക്കുന്ന ആളെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയനെ കണ്ട എഴുന്നേറ്റ് നിൽക്കുന്ന MAVV കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി. അപ്പൊ അങ്ങനെ ദുർബലമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമുള്ള സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർക്ക് എല്ലാവർക്കും അണികൾക്ക് പിണറായി വിജയനെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ആശ്രയിച്ചാണ് ഇപ്പൊ ഇത്. അപ്പൊ പിണറായി വിജയനെതിരായിട്ടുള്ള ആരോപണത്തിന് സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ EDയുടെ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇനി ഞങ്ങൾക്ക് ആരുമില്ല എന്നുള്ളൊരു വേവലാതി ഇവർക്ക് വേവലാതി ഉണ്ടാക്കുന്ന കാര്യത്തിലാണ്, ഇവരെ ചാവേറുകളാക്കുന്ന കാര്യത്തിലാണ് SFI, DYFI തുടങ്ങിയുള്ള പ്രസ്ഥാനങ്ങളുടെ പങ്ക് അവിടെയാണ്. അവരുടെ പ്രധാനപ്പെട്ട ദൗത്യതാണ്. ഈ പഴയ കാലത്ത് കേട്ടില്ലേ, അച്ഛൻ മരിച്ചേ എന്ന് പറഞ്ഞൊരു ഉറക്ക കരയുന്ന പോലെയാണ്. എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി EDക്കാർ വന്നു എന്ന് പറഞ്ഞിട്ടാണ് SFIക്കാരും DYFIക്കാരും കൂട്ടക്കരച്ചിൽ നടത്തിയത്. ഈ കൂട്ടക്കരച്ചിലിന്റെ കാരണം അത് പിണറായി വിജയൻ എന്റെ കൃത്യമായിട്ട് സ്പോൺസർഷിപ്പിലാണ്, അദ്ദേഹത്തിന്റെ സഹായത്താലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കുക. അല്ലെങ്കിൽ പിണറായി വിജയനോട് ആരെ സപ്പോർട്ട് ചെയ്യാം? പിണറായി വിജയന്റെ വായിലുള്ള ഭാഷകൾ എന്തൊക്കെയാണ്? അദ്ദേഹം ബിഷപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? ഏറ്റവും മോശം പേരാണ്. സ്വന്തം എതിർ പ്രസ്ഥാനത്തിൽപ്പെട്ട സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്ന് മറുപക്ഷത്തേക്ക് പോയ ആളെ പരനാറി എന്ന് വിളിക്കുക. ഈ തരത്തിൽപ്പെട്ട മോശ പദപ്രയോഗങ്ങൾ നടക്കുന്ന പിണറായി വിജയനെ കുറിച്ചിട്ട് സ്വാഭാവികമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ആത്മവിശ്വാസവുമില്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പാണ്. ആ വെറുപ്പാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലൊക്കെ പ്രതിഫലിച്ചത് അതാണ്. ഈ വെറുപ്പാണ്. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് പിണറായി വിജയൻ രക്ഷയില്ല. പക്ഷേ ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചൊന്നുള്ള ആവശ്യമുള്ളത് ഞാനാണ് പാർട്ടിയുടെ രക്ഷകൻ എന്നുള്ള ബോധ്യം സൃഷ്ടിക്കണം. ആ ബോധ്യം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് എളുപ്പം എന്താ? നക്കാപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്നവരാണ്, കുറച്ച് ചാവേറുകളെയാണ്. അത് SFIക്കാരുണ്ട്, അല്ലെങ്കിൽ DYFIക്കാരുണ്ട്. അവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരിക്കാണ്. അങ്ങനെയുള്ള കുറെ ആളുകളെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്റെ ഉത്തമ ശിഷ്യന്മാരായിരിക്കുന്ന ആളുകളെ കൊണ്ട് ചട്ടം കെട്ടിച്ച് അവരെ കൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു പാഴ്വേലയായിരുന്നു ഇന്ന് EDക്ക് എതിരായിട്ട് ബഹളം കണ്ടത്. ഈ ബഹളത്തെ സർക്കാരിന് ശക്തമായി നേരിടണം. അതിശക്തമായി നേരിടുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചറിയാം. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭീരുവാണ് എല്ലാ സ്ഥലത്തും. ഇപ്പൊ നമുക്ക് കേരളത്തിൽ അടിയന്തരാവസ്ഥ വന്നു, ഓൾ ഇന്ത്യ ബേസിൽ അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ പറഞ്ഞത്? ഞങ്ങൾ ചോരച്ചാലുകൾ നീന്തിക്കയറിയിട്ടുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ്. ഏത് ചോരച്ചാല ഇവർ നീന്തിക്കയറിയിട്ടുള്ളത്? ഇവര് നീന്തിക്കയറിയിട്ടുള്ളതൊക്കെ മറ്റേ സാധാരണ മനുഷ്യന്റെ ജീവരക്തം പിടിച്ചുകൊണ്ടുള്ള ചാലുകളാണ് നീന്തി കടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകന്റെ രക്തം ഉണ്ടാവാം. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ തല മണ്ട അടിച്ചു പൊട്ടിച്ചവരാണ് ഇവർ. അതെ, അല്ല, അതൊക്കെ ചെയ്യുന്ന ഭീരുക്കളാണ്. ഒരു ഭീരുവിന് പലപ്പോഴും ഇത്തരത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാൻ അറിയാലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരിലെ ആരാ കൊലപാതക കേസ് പ്രതിയായിട്ടുള്ള മുഖ്യമന്ത്രി? അത് പിണറായി വിജയനല്ലേ? 1969 അത് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണ തയ്യൽ തൊഴിലാളിയെ കൊന്ന കേസിലെ പ്രതിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, MV രാഘവൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് പിണറായി വിജയൻ കൊടുത്ത ചായ അദ്ദേഹം കുടിക്കുന്നില്ല. ചായ കുടിക്കാതെ കൊണ്ട് പറയുന്നത് എനിക്ക് ചായ വേണ്ടെന്ന രാഘവൻ പറഞ്ഞത്. ഈ ചായക്കകത്ത് നീ വിഷം കലക്കിയിട്ടില്ല എന്നുള്ളത് എന്താണ് ഉറപ്പെന്ന് ചോദിക്കുന്നത് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് സാക്ഷാൽ അദ്ദേഹത്തിന്റെ ഗുരുവായിരിക്കുന്ന MV രാഘവനാണ്. കാരണം അങ്ങനെ മടിക്കില്ല പിണറായി വിജയൻ. സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം അസ്തിത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം സ്ഥാനലബ്ധിക്ക് വേണ്ടിയിട്ട് ആരെയും വകവരുത്താൻ ഭയമില്ലാത്ത, മടിയില്ലാത്ത ഒരു വ്യക്തിത്വമാണ് പിണറായി വിജയൻ. അതിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഇപ്പൊ ഇത്. അഴിമതി നടത്തുന്നത് അദ്ദേഹത്തിന്റെ മകൾ അഴിമതി നടത്തുക, അല്ലെങ്കിൽ മരുമകൻ അഴിമതി നടത്തുക, സ്വയം അഴിമതി നടത്തുക, പലരും അദ്ദേഹത്തിന് കോടിക്കണക്കിന് റുപ്യ കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്ത സമയത്ത് നിയമപരമായിട്ട് അതിനെ നേരിടേണ്ടതിന് പകരം അതിന് കഴിവില്ല. അതിന് പിണറായി വിജയന് കഴിവൊന്നുമില്ല. പിണറായി വിജയൻ നിയമപരമായിട്ട് നേരിടാനുള്ള യാതൊരു കരുത്തുമില്ല.
അത് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് അദ്ദേഹം പറയുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാല് നിങ്ങൾ വെണ്ടയ്ക്ക നിരത്തിയിട്ട് ചില പത്രമാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ലപ്പാ. ഈ പിണറായി വിജയന് യാതൊരു നട്ടലില്ലാത്തൊരു സാധന. അതുകൊണ്ടാണല്ലോ അക്രമമുള്ള ജീവിത വഴിയായില്ലാതാണല്ലോ. അയാൾ എക്കാലത്തും അക്രമത്തിന്റെ അപ്പുറത്ത് പിണറായി വിജയൻ ഏത് കാലത്താണ് ഉണ്ടായിട്ടുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ നിരവധി ആശുപത്രികളുണ്ട്. അയാൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ആശുപത്രി അയാൾക്ക് വിശ്വാസമുണ്ടോ? അയാൾക്ക് അമൃത ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ്, അതിന് വിശ്വാസമുണ്ടോ? ഡൽഹിയിലെ എയിംസിന് അയാൾക്ക് വിശ്വാസമുണ്ടോ? ആസ്റ്റർ മെഡിസിറ്റി അയാൾക്ക് വിശ്വാസമുണ്ടോ? AKGയുടെ പേരിലുള്ള ആശുപത്രി മറ്റേ പെരിയാരത്തെ ഹോസ്പിറ്റലിന് അയാൾക്ക് വിശ്വാസമുണ്ടോ? മെഡിക്കൽ കോളേജിൽ വിശ്വാസമുണ്ടോ? ഒരു ആശുപത്രിയും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിരിക്കുന്ന അമേരിക്കൻ ആശുപത്രിയിലാണ് ഇയാൾ ചികിത്സയ്ക്ക് പോവുക. കാര്യം ഇയാൾക്ക് വിശ്വാസമില്ല. കാര്യം ഇവിടെയുള്ള ആശുപത്രിക്കാർ പോലും തന്നെ കൊലപ്പെടുത്തിയാലോ എന്നുള്ള ആശങ്ക പിണറായി വിജയനുണ്ട്. അപ്പൊ പിണറായി വിജയൻ എല്ലാവരെയും ഭയമാണ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു, കളി യാത്ര ചെയ്യുമ്പോൾ എത്ര വണ്ടികളുണ്ട്? 45, 42, എത്രയാ? അത്രയും വണ്ടികളിൽ എസ്കോട്ടിൽ അയാൾ പോവാ. സത്യത്തിൽ ഇയാളെ ആരെ കൊല്ലാൻ പോണേ? ഇയാളെ എനിക്കൊണ്ട് ഈ നമ്മുടെ വഴിയിൽ നടക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, മറ്റേ എന്താ പറയാ, ഈ വാലൊക്കെ ആട്ടി പോകുന്നൊരു സാധനം, അതിനെ കല്ലെറിയുന്ന പിള്ളേര് കല്ലെറിയുന്ന ലാഘവത്തോടുകൂടി അല്ലാതെ കണ്ട് ഇയാളെ ഒരാൾ നേരിടുന്ന സാധ്യതയില്ല. അപ്പൊ അത് ഇയാൾക്ക് പോലും തിരിച്ചറിയില്ല. ഇയാൾ ധരിച്ചിരിക്കുന്നത് ഞാനാണ് കേരളത്തിന്റെ രാജാവ്, കേരളത്തിന്റെ മഹാരാജാവ് ഞാനാണ്, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകേണ്ടത്, എനിക്കെതിരായിട്ട് എല്ലാവരും കൊണ്ട് പടപ്പുറപ്പാട് നടത്തുകയാണ്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. എന്റെ കൈ പരിശുദ്ധമാണ് എന്ന് തെളിയിക്കാൻ പിണറായിക്ക് പറ്റിയല്ലോ? പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമല്ല, അദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തെളിയിച്ചത്. മടിയിൽ കനമില്ല, കൈകൾ പരിശുദ്ധമാണെങ്കിൽ ഈട് റെയ്ഡ് നടത്തട്ടെ, എനിക്കെന്താ വിരോധം? അവരെന്തെങ്കിലും എടുത്തുകൊണ്ട് വിട്ടെ, എനിക്കെന്താ വിരോധമുള്ളത്? ഞാനതൊന്നും ആരെയും വെച്ച് നേരിടേണ്ട ആവശ്യമില്ല, അത് ഞാൻ എൻ്റെ അണികളോട് പറയേണ്ട ആവശ്യമില്ല, അവർ കല്ലെറിയേണ്ട ആവശ്യമില്ല, അവരിതിന് കാറിന് ചില്ല് പൊട്ടിക്കേണ്ട ആവശ്യമില്ല, ED ഉദ്യോഗസ്ഥന്മാരെ പരിക്ക് പറ്റിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അതൊക്കെ ചെയ്തല്ലോ. അതൊക്കെ ചെയ്യാനുള്ള കാരണം പിണറായി വിജയൻ ജന്മനാ ഭീരുവാണ്. ഈ ജന്മനാ ഭീരുവായിട്ടുള്ള ആളുകളാണ് ഇത്തരം കലാപരിപാടികൾ കാണിക്കുക. PFIനെ ബാൻ ചെയ്യുന്ന ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള റെയ്ഡുകൾ പല സ്ഥലങ്ങളിൽ ED നടത്തിയിട്ടുണ്ടായി. അപ്പൊ അവര് എന്താണ് EDയുടെ വണ്ടിയും വാഹനങ്ങളൊന്നും PFIക്കാര് പോലും പൊട്ടിക്കോ ഇതാക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവര് പ്രതിഷേധമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായി. അല്ല, PFIയുടെ അതേ സമീപനം തന്നെയാണ് പിണറായി വിജയനുള്ളത്. അവർ പഴയ കാലത്ത് അവിടെ ഹൈക്കോടതി വിധി ഉണ്ടായല്ലോ, ആ സമയത്ത് അവർ ആ വണ്ടിയുടെ മുകളിലേക്ക് ചാടിക്കയറി, ഒരു പോലീസ് വണ്ടിയുടെ മുകളിലേക്ക് ചാടിക്കയറി, എന്നിട്ട് ഹൈക്കോടതി ജഡ്ജിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു. സമാനമാണ് പിണറായി വിജയന്റെ, അതേ നിലപാടാണ് പിണറായി വിജയന്റേത്. തന്റെ വീട്ടിലേക്ക് ഈട് റെയ്ഡിന് വന്നിരിക്കുന്നു, ഇനി അവരെല്ലാം പിടിച്ചുകൊണ്ട് പോയാലോ? ഇയാൾക്ക് വലിയ ഭയമാണ്. ഈ ഭയം കൊണ്ട് അയൽവാസിൽ പഴയ കാലത്തൊരു തമാശ കഥ പറയാറുണ്ട്, നിങ്ങൾക്ക് പേടിയുണ്ട് എന്റെ ചുറ്റും നിന്നുള്ളതാണ് പറയാ. അങ്ങനെ പിണറായി വിജയൻ ഭയപ്പെട്ടുകൊണ്ട് പറയാണ്, എല്ലാ കുട്ടി സഹാക്കന്മാരും വന്നോളൂ, എന്റെ ചുറ്റും നിന്നോളൂ, നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു പിണറായി വിജയനാണ് നമ്മൾ ഇന്നിപ്പോ കണ്ടത്. അതിന് ഭയത്തിന്റെ ലാഞ്ചന തന്നെയാണ്, ഭയം തന്നെയാണ് അദ്ദേഹത്തിന് മുഖമുദ്ര. അതാണ് അദ്ദേഹത്തിന് ധൈര്യം എന്ന് പറയുന്ന സാധനം തൊട്ടുതെറിച്ചിട്ടില്ല. മഹാഭീരുവാണ്. ആ മഹാഭീരുവായതിന്റെ പേരിലാണ് 42 കാറുകളുടെ അകമ്പടിയിലായി മനുഷ്യൻ പോണത്. എന്തിനാ അതിന്റെ ആവശ്യം? ഇയാൾ ആരെ കൊല്ലുക? ഇപ്പൊ കാറ് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ കാറ് വേണ്ടെന്ന് നിവൃത്തിയിട്ട് പറഞ്ഞതാ. എന്താ കാരണം? പ്രതിപക്ഷ നേതാവിന് അത്രയൊന്നും ഇല്ല. ആകെപ്പാടെ ഒരു എസ്കോർട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനം ഉണ്ടാവും. ഈ 2 വാഹനമേ ഉള്ളൂ. ഈ 2 വാഹനത്തിൽ പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു പിണറായി വിജയനോട് ആരൊക്കെ ഉപദേശിച്ചു എന്നുള്ള മാത്രമാണ്. അല്ലാതെ കണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഒരു ധൈര്യവുമില്ലാത്ത, സ്ഥിതിഗതികളെ വിലയിരുത്താൻ സാധിക്കുന്ന ബുദ്ധിശക്തി ഇല്ലാത്ത ഒരു സാധാരണയോ അതിനേക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണെന്നുള്ളതാണ് ഇന്നത്തെ വസ്തുക്കൾ തെളിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ED റെയ്ഡ് നടന്ന സമയത്ത് ഇയാൾ ഭയപ്പെട്ട് എല്ലാ കുട്ടികളെയും വിളിച്ചുകൊണ്ട് അവരെ കൊണ്ട് തടയിപ്പിക്കാൻ ശ്രമിക്കുന്നത്, കല്ലെറിയിക്കാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ ഈ ഭീരുത്വത്തിന്റെ ഭാഗം മാത്രമാണ്. പിണറായി അറസ്റ്റിലാകുന്ന ഒരു കാഴ്ച കേരളം കാണുമോ? കേരളം കണ്ടുകൂടായില്ല. പക്ഷെ കേരളമായതിന്റെ പേരിൽ എനിക്ക് ഉറപ്പില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടല്ലോ, ജയലളിത അറസ്റ്റ് ചെയ്തു, കരുണാനിധിയെ അറസ്റ്റ് ചെയ്തു, കേന്ദ്രത്തിൽ ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മറ്റേ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു. ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. അവിടെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ കേരളം അങ്ങനെയല്ല. ഇപ്പൊ കേരളത്തിൽ മാത്രം നിന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന പഴയ കാലത്ത് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആയിരുന്നു ചിദംബരം. ആ ചിദംബരത്തിന്റെ വീടിന്റെ ഗേറ്റ് അടച്ചുപൂട്ടി എന്ന് പറഞ്ഞിട്ട് EDക്കാര് ഗേറ്റ് ചാടിക്കിടന്ന് അകത്ത് കിടന്നത്. എന്നിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഒരു പ്രശ്നമില്ല. മറിച്ച് കേരളത്തിലാണെങ്കിൽ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. കേരളത്തിൽ ഇത്തരം ഒരുപാട് ചാവേറുകളെ
സൃഷ്ടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൃഷ്ടിച്ചിട്ടുള്ള ചാവേറുകൾ ഈ പറയുന്ന ആളുകൾ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെയുള്ള ഏറ്റവും വലിയ കുറ്റവാളിയായിരിക്കുന്ന പിണറായി വിജയനെ സംരക്ഷിക്കാനും ഈ ചാവേറുകൾ ഈ ഉണ്ടാവുന്ന ചാവേറുകൾക്ക് മുമ്പിൽ സതീശൻ പോലും തോറ്റുപോകുമോ? വലിയ പ്രയാസമാണ്. ചാവേറുകളെ അതിജീവിക്കൽ വലിയ പ്രയാസമാണ്. ചാവേറുകളെ അതിജീവിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വി.ഡി. സതീശൻ 5 കൊല്ലത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനായിട്ട് ഭരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം.